നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ പുതിയ വോട്ടർ പട്ടിക ലിസ്റ്റ് പ്രഖ്യാപിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ പുതിയ വോട്ടർ പട്ടിക 2026 വോട്ടർ പട്ടിക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ആ വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് പരിശോധിക്കുന്നത്. പല ആളുകളും അവരുടെ പേരുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വോട്ടർ ID എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വോട്ടേഴ്സ് എന്ന് മുകളിലുണ്ട്. അതല്ല, അതിൽ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിനകത്താണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ 3 രീതിയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ സെർച്ച് ബൈ എപ്പിക് നമ്പർ ഉപയോഗിച്ച്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ SCRൻ്റെ ഫോം കിട്ടിയ ആളുകൾക്ക് അതിൻ്റെ മുകളിലുണ്ടാവും എപ്പിക് നമ്പർ. ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാകും SCRൻ്റെ. അതിന് മുകളിൽ നിങ്ങളുടെ എപ്പിക് നമ്പർ ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ പഴയ എപ്പിക് നമ്പർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ നേരത്തെയുള്ള ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച്, വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും. കാരണം ഒന്നുമില്ല, ഇവിടെ മുകളിൽ നിങ്ങളുടെ ലാംഗ്വേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ നിങ്ങളുടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ നിങ്ങൾ ഏതാണോ ജില്ല അത് സെർച്ച് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഈ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് താഴെ സെർച്ച് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് കിട്ടും. എന്നാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ്, ലാംഗ്വേജ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റിലേറ്റീവ് പേര്, നിങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏജ് സെലക്ട് ചെയ്ത് ഇവിടെ ഏജ് എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് താഴെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും നിങ്ങൾ ഏത് അസംബ്ലിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്, നിങ്ങളുടെ അസംബ്ലി ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താലും കിട്ടും. മൂന്നാമത്തെ ഓപ്ഷൻ സെർച്ച് ബൈ മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് OTP കിട്ടിയിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ സ്റ്റേറ്റും ലാംഗ്വേജും സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സെൻഡ് OTP കൊടുത്ത് OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ കിട്ടും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ എപ്പിക് നമ്പർ ഉപയോഗിച്ചാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. രണ്ടാമത്തെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ കാണുന്ന ഭാഗത്തുള്ള സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റാണ് അത് കേരളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ ക്യാപ്ച കോഡ് ഉണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ലെറ്റർ വരുന്നത് സ്മോൾ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ക്യാപ് ലെറ്റർ വരുന്നത് ക്യാപ് ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. വോട്ടർ ലിസ്റ്റിൽ എങ്ങനെയാണോ പേര് വന്ന ഡീറ്റെയിൽസൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും. എവിടെയാണ് വോട്ടെടുപ്പ് ഉള്ളതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ താഴെ ഏറ്റവും അവസാനം ഡീറ്റെയിൽസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ വ്യക്തിയുടെ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കുറച്ചധികം ഡീറ്റെയിൽസ് കൊടുക്കണം. മൂന്നാമത്തെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ID നിങ്ങളുടെ പേരുണ്ടോ എന്ന് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.